മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ വിശദമായ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി ഉത്തരവിടുമ്പോൾ അതിനിർണായകമായ ദൃശ്യങ്ങളാണെന്ന മെമ്മറി കാർഡ് കാണുവാനില്ല. ലൈംഗിക സ്വഭാവത്തിൽ ആംഗ്യം കാട്ടിയെന്ന മേയറുടെ പരാമർശത്തിനും എം.എൽ.എ. സച്ചിൻ ദേവ് വണ്ടിക്കുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടു എന്ന ഡ്രൈവർ യദുവിന്റെ ആരോപണത്തിലും സത്യാസത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ആ ദൃശ്യങ്ങൾ നശിപ്പിച്ച് സത്യം മറച്ചുവെക്കാൻ താല്പര്യം ആർക്കാണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ ശ്രീ എൽ. യദു, രാജു പി നായർ, ശ്രീ വി പി ശരത് പ്രസാദ്, ടി.ഡി.എഫ് നേതാവ് ശ്രീ സോണി എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ശരത് പ്രസാദിലേക്ക് പോകുന്നു. ശരത്ത്, ഇവിടെ മേയർ ഉന്നയിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം എന്നാൽ ഈ ലൈംഗിക ചേഷ്ടയാണ് പ്രശ്നം എന്നുള്ളതാണല്ലോ, അതാണല്ലോ ഈ കുഴപ്പത്തിന് കാരണം എന്നുള്ളതാണല്ലോ ആരോപണം. അതിൽ ഏറ്റവും നിർണായകമാവുന്ന തെളിയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ് ശ്രീ ശരത് പ്രസാദ്? മെമ്മറി കാർഡ് കാണാതായി എന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അത് ഏത് വിധേനയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടുന്ന കാര്യമാണ്. അതൊരു അസ്വാഭാവികതയില്ലേ ശരത്തെ? അതൊരു അസ്വാഭാവികതയില്ല. കാര്യം അവിടെ 4 കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ ഈ പറയുന്ന സംവിധാനമുണ്ട്. സൂക്ഷ്മം ഈ ബസ്സിൽ മാത്രമുള്ള മെമ്മറി കാർഡ് കാണാതാവുന്നു. തീർച്ചയായും അതിൽ അസ്വാഭാവികതയുണ്ട്. ആ ബസ്സിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാനും തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാനും വേണ്ടി അത് അവിടെ നിന്ന് മാറ്റിയതാണോ, ഈ ഡ്രൈവർ തന്നെ നേരിട്ട് മാറ്റിയതാണോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡ്രൈവർ എങ്ങനെ മാറ്റാൻ കഴിയും? ഡ്രൈവറിനെ ആ രാത്രി പോലീസ് കൊണ്ടുപോയതാണ്. ഡ്രൈവറിനെ ആ രാത്രി ഇറക്കി പോലീസ് കൊണ്ടുപോയതാണ്. പിന്നെ എങ്ങനെയാണ് ഡ്രൈവറിന് സാധ്യമാവുക? സ്വാധീനം ഉപയോഗിച്ച് അല്ല, ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് അല്ല, അത് അങ്ങോട്ട് പറയട്ടെ. ഒരു കാര്യം മിണ്ടാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഒരു കാര്യം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ നമ്മള്. ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം ഈ ബസ് ഡ്രൈവറെ ന്യായീകരിച്ചുകൊണ്ടും ആര്യയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും വലിയ സൈബർ ആക്രമണവും മാധ്യമക്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരിയായി ഒരു ജനപ്രതിനിധിയായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിനകത്ത് വരുന്നത് അങ്ങേയറ്റ അപമാനകരമാണ്. കാരണം നേരത്തെ ഇപ്പോൾ നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള ചാനലുകൾ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായി പ്രതികരിക്കുമ്പോൾ, അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായി പ്രതികരിക്കുമ്പോൾ അതിനെ കൈയടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കാറ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായി എന്നതുകൊണ്ട് തൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുമ്പോൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്ര അധിക്ഷേപം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഡ്രൈവറെ ഇരവൽക്കരിച്ചുകൊണ്ട് ഡ്രൈവറെ മഹത്വവൽക്കരിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ആരെയും ഇരവൽക്കരിക്കുകയോ ആരെയോ മഹത്വവൽക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടാണ് സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം? ഈ ഡ്രൈവർ എത്രയായാലും മേയർ ആര്യ ഒരു നഗരത്തിന്റെ മേയറാണ്, ഒരു നഗരപിതാവ് എന്ന പദവിയിലിരിക്കുന്ന ആളാണല്ലോ. മറ്റുള്ളത് MLA ആണ്. നിങ്ങൾ അധികാരപക്ഷത്ത് നിൽക്കുന്ന 2 പേരാണ് അവിടെയുള്ളത്. മറ്റേ പക്ഷത്ത് നിൽക്കുന്ന ആരാണ്? ഒരു എംപാനൽ ഡ്രൈവറാണ്. ഒരു ദിവസം 700 ചിലവാൻ രൂപയ്ക്ക് പണിയെടുക്കേണ്ടി വരുന്ന ഒരു എംപാനൽ ഡ്രൈവറാണ്. അപ്പോൾ ഈ പറഞ്ഞ തുലാസിൽ വെച്ച് നോക്കിയാൽ ആരാണ് ദുർബലൻ? അത് യദു ആണ് ദുർബലൻ. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ശ്രീ ശരത് പ്രസാദ് ആ യദു ലഹരി ഉപയോഗിച്ചു എന്ന് മേയർ പറഞ്ഞു. അന്വേഷണത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ആ വണ്ടിയെ ചേസ് ചെയ്തിട്ടില്ല. ആ വണ്ടി റെഡ് സിഗ്നൽ എത്തിയപ്പോഴേക്കും പാർക്ക് ചെയ്തിട്ടിറങ്ങി എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വട്ടം വിട്ടു. ആ സീബ്രാനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ വരുമ്പോൾ ആ വാദവും പൊളിയുന്നു. അങ്ങനെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് അതിനിർണായകമായി വ്യക്തമാകുന്ന ആ CCTV ദൃശ്യങ്ങൾ കാണാനില്ല എന്ന വാർത്ത കൂടി വരുന്നത്. സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ശരത്ത്? അപ്പോൾ സംശയിക്കുമ്പോൾ ഈ യദുവുമായി ബന്ധപ്പെട്ട് 2017 നേമം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 683/2017 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ യദുവിൻ്റെ പശ്ചാത്തലം എന്താണ്? ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യം? ഞാനതിൻ്റെ വേണമെങ്കിൽ ഇപ്പോൾ ഹാഷ്മി ഇത്രയും പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ ഒരു FIRൻ്റെ ഒരു ചുരുക്കം ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. പ്രതി പൊതുസ്ഥലത്ത് വെച്ച് ആവലാധികാരിയുടെ അന്തസ്സിനും ഹാനി വരത്തക്ക വിധം അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി
30/3/2017 17:15 മണിക്ക് നേമം വില്ലേജ്, നേമം വാർഡ്, തളിയച്ചാപുരം പൊതു റോഡിൽ വെച്ച് നടന്ന് വരികയായിരുന്ന ആവലാധികാരിയോട് പ്രതി അന്യായമായി തടഞ്ഞു നിർത്തുകയും പാൻസിന്റെ സെബൂരി ആവലാധികാരിയെ കാണിക്കുകയും തുടങ്ങി അങ്ങനെ പിന്നെ ഒരു പൊതുവായി പറയാൻ കഴിയാത്ത നിലയിലുള്ള കാര്യമാണ്. ഇതൊരു പൊതുരേഖയാണ്. യദുവിന്റെ പേരിൽ 2017 ഒരു പൊതുരേഖയാണ്. 2017 രജിസ്റ്റർ ചെയ്ത ഉണ്ട് 653/2017 കേസ്. അത് കോടതിയിലേക്ക് എത്തുകയും കോടതിയിൽ തീർപ്പായ കേസുമാണ്. അതിൽ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ് യദു പറയുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഞാൻ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. ആ കേസ് ഇപ്പൊ നിലവിലില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അതിനെ നിങ്ങൾ അന്വേഷിക്കണം. അല്ല, നിലവിൽ ആ കേസ് ഉണ്ട്, അങ്ങനെയാണോ പറയുന്നത്? ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലെ തന്നെ ഇത്തരമൊരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് യദു. ഇത്തരം ഒരു കേസിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത്തരം ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ്, സ്ത്രീയുടെ ഒരു പരാതിക്കിരയായ ഒരാളാണ്. ഇതുപോലെ തന്നെ ഉദാസീനമായിട്ട് ഭാഗമായിട്ട് മനുഷ്യജീവന് രാഷ്ട്രീയ വരും. നമ്മുടെ നിയമരീതി എങ്ങനെയാണ്? നമ്മുടെ നിയമരീതി കേസെടുക്കുന്നു, കുറ്റപത്രം, വിചാരണയ്ക്കൊടുവിൽ കോടതി എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു എന്ന അടിസ്ഥാനമാക്കിയല്ലേ ഒരാൾ കുറ്റക്കാരനാണോ കുറ്റവാളിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുക. അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത്തരം ഒരു മാത്രമല്ല ഇത് കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പില്ല. അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ കൃത്യമായി ഉണ്ടെങ്കിൽ FIR-ന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതല്ല, ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പൂർവ്വ പശ്ചാത്തലമുണ്ട്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതിന്റെ പൂർവ്വ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ മേയർ, MLA എന്നുള്ളതൊക്കെ പോട്ടെ, ഏതൊരു മനുഷ്യനായാലും എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സ്ത്രീകളോടായാലും അപമര്യാദയെ പെരുമാറിക്കഴിഞ്ഞാൽ നിയമത്തിന്റെയും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ചിലപ്പോൾ പ്രതികരിക്കുക. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കുറ്റമൊന്നും കാണുന്നില്ല. പക്ഷേ അതിനുശേഷം അന്വേഷിക്കേണ്ടത് ആരാണ്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു നഗര പിതാവിനെ, ഒരു നഗരത്തിന്റെ മേയറെ അശ്ലീല ചേഷ്ട കാണിച്ച ഒരാൾ മേയറാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുശേഷം മേയറാണെന്ന് അറിയാമല്ലോ, ചേഷ്ട കാണിച്ച ഒരാൾക്കെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ ആരുടെ പരാജയമാണ് ശ്രീ ശരത് പ്രസാദ്? അത് ആ തെളിവ് എന്താണ്? അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയോ? അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയോ? നക്ഷത്രം പോലെ ഈ പറയുന്ന ആരോപണങ്ങൾ അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുക? ഈ പറയുന്ന ആരോപണങ്ങൾ നക്ഷത്രം പോലെ കണ്ടെത്താമായിരുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന്റെ മുഖത്തേക്ക് അടക്കം നിൽക്കുന്ന 3 ക്യാമറകൾ, ബാക്കിൽ സംഭവിച്ച എന്താണ്, ഇടയ്ക്ക് സംഭവിക്കുക എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന 3 ക്യാമറകളുള്ള അതിന്റെ മെമ്മറി കാർഡ് മാത്രം ആ അന്തരീക്ഷത്തിൽ ആവിയായി പോവുകയാണ്. അത് ആരുടെ താല്പര്യമാണ്? ഈ ബസ് ആരുടെ കസ്റ്റഡിയിലായിരുന്നു? ആവിയായി പോകുന്നല്ല, എങ്ങനെ പോയി ആ താല്പര്യം അന്വേഷിക്കണം, അത് കണ്ടുപിടിക്കണം, അത് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം, അത് സംസ്ഥാന പോലീസ് അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഇത് ശനിയാഴ്ച രാത്രിയുള്ള സംഭവമാണ്. ഒരു തർക്കമാക്കരുതില്ല, ശരിയല്ല. ഈ ശനിയാഴ്ച രാത്രി ഉണ്ടായ സംഭവമാണ്. പോലീസ് ആ വണ്ടിയിൽ പോയി ഇതുണ്ടോ എന്ന് നോക്കുന്നത് ഇന്ന് രാവിലെയാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഇത്ര ഗുരുതരമായ ഒരു ആരോപണം മേയർ പരാതി കൊടുത്തിട്ടും 4 ദിവസം കാറ്റിന് കാറ്റ് പിടിച്ച പോലെ ഒരു പോലീസ് സംവിധാനത്തെ ഇന്നാളിലെ സ്ത്രീകൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ശരത്തെ, അല്ല, ഈ നാട്ടിലെ കേരളത്തിലെ പോലീസ് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുമോ? നിങ്ങളിപ്പോൾ ഈ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ BJP-യുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള MP-യുടെ നേതൃത്വത്തിൽ മേലിൽ വരുന്ന ആക്ഷേപത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുക. അതിനെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? ഇവിടെ കേരളത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആത്മാഭിമാനത്തെ വ്രണപ്പെടുമ്പോൾ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസിൽ പോലീസ് കേസെടുത്തു, അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. പക്ഷെ അത് നടക്കുമ്പോൾ തന്നെ മേയറെയും MLA-യും കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ, നല്ല ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളിലെ ചില രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത് അങ്ങേയറ്റ അപലപനീയമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യയോട്, അത് ഈ നാടിനകത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സൈബർ രംഗത്തെ ചില ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും
വലിയ പ്രതികരണം നമ്മുടെ നാടിനകത്ത് ഉയർന്നു വരുന്നത്. ഇതിപ്പോൾ വേറൊരു സ്ത്രീക്കാണ് ഈ അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ പറയുക ഗതാഗത വകുപ്പിന്റെ കുറ്റാന്ന് പറയാം. ഈ ഡ്രൈവർ കേരള സർക്കാരിന്റെ ഡ്രൈവറാണ്, ഈ ഡ്രൈവർ മറ്റേ ഗതാഗത വകുപ്പാണ്, ഗതാഗത വകുപ്പിൽ ജയിലിൽ ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം നല്ല എന്ന് പറയാം. മേയർ ആയതുകൊണ്ട്, ശരത് പ്രസാദ് ഭാര്യ മേയർ ആയതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടോ ഭർത്താവ് MLA ആയതുകൊണ്ടോ അല്ല. ഈ പറയുന്ന അതിനിർണായകമായ തെളിവുള്ള മെമ്മറി കാർഡ് മാറ്റിയെങ്കിൽ അത് കേസ് അട്ടിമറിക്കാനാണെന്ന് ആരോപിച്ചാലോ? ഈ പറയുന്ന ഈ മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിക്കുന്ന അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആരട്ടിമറിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. KSRTCയുടെ പക്കലുള്ള സർക്കാർ സംവിധാനത്തിലുള്ള പൊതുമേഖല ഒരൊറ്റ മിനിറ്റ് സർ അതൊക്കെ സത്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ സർക്കാർ സംവിധാനത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയുടെ പക്കലുള്ള പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആ ബസ്സിൽ നിന്നും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകേണ്ട മെമ്മറി കാർഡ് മാറിയതിൽ നിങ്ങൾ അട്ടിമറി സംശയിക്കുന്നത് എങ്ങനെയാണ്? അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ഞങ്ങൾ സംശയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അത് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടോ, ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വല്ല ആളുകളും ഇവരെ പോലെയുള്ളവരുടെ സഹായികളോ വല്ല ജീവനക്കാരോ എടുത്തു മാറ്റിയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. പരാതിക്കാരി ഒരു നഗരത്തിന്റെ മേയറാണെന്ന് പറഞ്ഞാൽ പോലും അതിലെ പ്രതി വിചാരിച്ചാൽ എടുത്തു മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ പോലീസ് സംവിധാനം, അല്ലേ ശരത് പ്രസാദ്? എന്നിട്ടാണ് താങ്കൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതി വിചാരിച്ചാലല്ല. മേയർ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട്, MLA കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ഡ്രൈവറെ ഗോവിന്ദസ്വാമി കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറെ ഇതാണ് ഈ ഡ്രൈവർ കാണിച്ച മര്യാദകേട് എന്ന് വളരെ ഭംഗിയായി വളരെ വ്യക്തമായി പറയേണ്ട ദൃശ്യങ്ങൾ കാണുന്നില്ലെങ്കിൽ അതാരെ രക്ഷിക്കാനാണ് ശരത് പ്രസാദ്? താങ്കൾ പറയുന്നു അട്ടിമറിയാണെങ്കിൽ പോലീസ് സംവിധാനത്തിന് കീഴിൽ KSRTC കീഴിൽ ഒരു പ്രതിക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒന്നാകെ നിൽക്കുകയാണ് എന്ന് കരുതണോ? എന്നാൽ പോലീസ് സംവിധാനം പിരിച്ചുവിട്ടൂടെ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു മേയറുടെ പരാതിയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംവിധാനം എന്തിനാ പിരിച്ചുവിടുന്നത്? ഇപ്പോ കണ്ട, ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളൊരു അജണ്ട വെച്ച് നിങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് സർക്കാരിനെതിരെ പറയണം, മേയർക്കെതിരെ പറയണം, MLAക്കെതിരെ പെരുമാറിയതിനെ കുറിച്ച് ഒരക്ഷരം ഞാൻ മേയർക്കൊപ്പം നിന്നാ പറയുന്നത്. മേയറുടെ പരാതിയിൽ പോലും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മേയറുടെ പരാതിയിൽ പോലും അത് തന്നെ പരാതിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? സർ, മെമ്മറി കാർഡിനല്ലേ ചർച്ച തുടങ്ങേണ്ടത്? മേയറുടെ പരാതിയിൽ പോലും അതിലെ ഏറ്റവും കാമ്പായ തെളിവ് അത് ഇതേത് നാടാണ്? പരാതിക്കാരി ഒരു മേയറല്ലേ? അപ്പൊ സാധാരണക്കാരുടെ അവസ്ഥയാണ് എന്താകും? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരി മേയറാണ് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ CPM-ന് പരാതിയില്ല അല്ലേ? അതുപോലെ തന്നെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ CPM-ന് പരാതിയില്ല, രോഷവുമില്ല. അന്വേഷിക്കട്ടെ എന്ന് വളരെ പാസീവായി പരാതി പോവാണ്. എന്നിട്ട് ഡ്രൈവർ ഡ്രൈവർ മുൻപ് കാണിക്കുന്ന ആരെയും പറയുന്നത്. എന്നാൽ മെമ്മറി കാർഡ് പോയതിൽ ഒരു രോഷവുമില്ല, അത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് എപ്പോഴും പറയുന്ന പോലെ പാസീവായി പറഞ്ഞു പോവാണ്. സർ, CPM ആഭ്യന്തര വകുപ്പിനോട് പറയണം, അല്ലെങ്കിൽ DYFI ആഭ്യന്തര വകുപ്പിനോട് പറയണം. അന്വേഷിക്കട്ടെ. കേരളത്തിലെ പോലീസ് അത്ര മോശമുള്ള പോലീസാണോ? കേരളത്തിലെ പോലീസ് മെമ്മറി കാർഡ് ഇല്ല നിലവിൽ. ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനത്തിന് ശരത് പ്രസാദ് നിലവിൽ ഈ മെമ്മറി കാർഡ് ഇല്ല. മെമ്മറി കാർഡ് എങ്ങനെ ശരത് പ്രസാദ് നിലവിൽ ഈ മെമ്മറി കാർഡ് ഇല്ല. പാസീവായി പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയാൻ ആഭ്യന്തര വകുപ്പ് DYFI ആവശ്യപ്പെടുമോ? സർ, ആഭ്യന്തര വകുപ്പ് DYFI ആവശ്യപ്പെടുമോ ഈ കേസ് പ്രതിക്ക് അനുകൂലമായി അട്ടിമറിക്കാൻ KSRTC ശ്രമിച്ചു എന്ന് പരാതിപ്പെടുമോ? ഈ കേസ് പ്രതിക്ക് അനുകൂലമായി അട്ടിമറിക്കാൻ ഞങ്ങൾക്ക് ആക്ഷേപമല്ല. പിന്നെ ഡ്രൈവർ ലൈംഗിക വൈകൃതമുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് KSRTC മൊത്തം അങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം. സർ, ലൈംഗിക വൈകൃതമുള്ള ഈ ഡ്രൈവറെ പോലീസ് പിടികൂടി കൊണ്ടുപോയതല്ലേ? പക്ഷേ ഈ പ്രതിയുടെ ലൈംഗിക വൈകൃതമുള്ള ഡ്രൈവർക്ക് സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? പേരിൽ കേസെടുത്തു. സർ, ഈ ലൈംഗിക വൈകൃതമുള്ള ഡ്രൈവർക്കെതിരെ KSRTC ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തോ? ഒരു സസ്പെൻഷൻ ഉത്തരവ് കൊടുത്തോ? അല്ല, ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പോലീസിൽ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ മറ്റേ ഗണേഷ് കുമാർ മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം, സർവീസിൽ തുടരാൻ അനുവദിക്കരുത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ആവശ്യപ്പെടുമ്പോഴും സംഭവം ഇത്ര ദിവസം കഴിയുമ്പോഴും രേഖാമൂലം ഒരു അറിയിപ്പ് അയാൾ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത്ര ഗുരുതരമായ ഗോവിന്ദച്ചാമി ടൈപ്പ് അപരാധിയാണെങ്കിൽ ആ അപരാധി കേസായി തുടരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും? അല്ല, അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അത് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വരും.
നിങ്ങൾ മറ്റേ വെടിപൊട്ടുന്നതിന് മുമ്പ് ടോന്ന് ശബ്ദം പറയേണ്ട കാര്യമില്ല, കാണിക്കേണ്ട കാര്യമില്ല. അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വരട്ടെ. താങ്കൾ തന്നെ പറയുന്നു ഇത് ഗോവിന്ദചാമി മോഡൽ കൊടിയ ലൈംഗിക വൈകൃതമുള്ളതാണെന്ന് പറയുന്നു. നേരത്തെ 2017 ആരെയോ ഞാൻ അങ്ങനെ പറഞ്ഞു. താങ്കൾ നേരത്തെ പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ലൈംഗിക വൈകൃതമുള്ളതാണെന്ന് പറഞ്ഞാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് താങ്കൾ പറഞ്ഞാണ്. അല്ല, ലൈംഗിക വൈകൃതമുള്ളതാണ് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ പറഞ്ഞത് ലൈംഗിക വൈകൃതമുള്ളതാണ്. അതിനനുസരിച്ചുള്ള നേരത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ FIR-ന്റെ കോപ്പിയാണ് ഞാൻ ഇവിടെ വായിച്ചത്. ലൈംഗിക വൈകൃതങ്ങളുടെ പ്രീസിഡൻസ് ഉള്ള ആൾ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഈ ലൈംഗിക വൈകൃതത്തിന്റെ പ്രീസിഡൻസ് ഉള്ള ആൾ, മേയർ ആര്യ രാജേന്ദ്രനോട് അത് ആവർത്തിക്കുന്ന ആൾ ഇപ്പോഴും KSRTC തുടരുന്നതിന്റെ യുക്തി എന്താണ് ശരത് പ്രസാദ്? അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നാളെ ഞങ്ങൾ ബലമായിട്ട് അയാളെ പോയി തല്ലിയത് കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ നേരെ തിരിച്ചു പറയുക? അത്ര ദുർബലമായി നിങ്ങൾ തന്നെയാണല്ലോ നേരെ തിരിച്ചു പറയുക. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ ആരെ പറഞ്ഞ് വിശ്വസിക്കാൻ? നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന പാർട്ടി, ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള പാർട്ടി, ആ പാർട്ടി വളരെ ദുർബലമായി സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്, ഇയാളെ ഒന്ന് മാറ്റി നിർത്തണേ എന്ന് അപേക്ഷിക്കുന്നു. സർക്കാർ അത് കേൾക്കാതിരിക്കുന്നു. നിങ്ങൾ പിന്നെ അപേക്ഷിച്ചു, സർക്കാർ കേൾക്കാതിരിക്കുന്നു. ഈ നിമിഷവും അയാൾക്കെതിരെ ഔദ്യോഗികമായി രേഖാമൂലം ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് സാർ ഒരു നോട്ടീസ് കൊടുക്കാൻ പാട്? നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താണ് ഞങ്ങൾ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ പിന്നെന്താണ്? സ്വിച്ചിട്ട ബൾബ് എത്തുന്ന സംവിധാനമല്ല സർക്കാർ സംവിധാനം. അങ്ങനെ ആവണ്ടേ? ഞാൻ പറഞ്ഞു, താങ്കൾ പറയുന്ന മട്ടിൽ അങ്ങനെയാണോ സാർ? അതിഗുരുതരമായ ലൈംഗിക വൈകൃതമുള്ള ഒരാൾ KSRTC ജോലി ചെയ്യുന്നത് സ്വിച്ചിട്ട പോലെ ബൾബ് കത്തണം. സ്വിച്ചിട്ട പോലെ ബൾബ് കത്തണം. അല്ല, ഇത് രണ്ട് വിഭാഗത്തിന്റെയും അല്ല, നിങ്ങളുടെ പരാതികളുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ തന്നെയാണല്ലോ നേരെ തിരിച്ചും പറയുന്നത്. ഇത് പരിശോധിച്ച് സർക്കാരും അതുപോലെ തന്നെ പോലീസും ന്യായമായ നടപടി സ്വീകരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനൊക്കെ തെരുവിൽ നേരിടും എന്നുള്ളതാണ് DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, രാജു പി നായർ, ഇവിടെ മേയർ പറയുകയാണ് ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു. മേയർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തെറ്റും തെളിഞ്ഞു. അതൊന്ന്, ഇയാൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വാദം. രണ്ട്, വണ്ടി ചേസ് ചെയ്തില്ല, അതിന് ക്രോസ് ഇട്ടില്ല എന്ന വാദം തെറ്റും തെളിഞ്ഞു. അതുകൊണ്ട് ഇയാൾ ഈ പറഞ്ഞ ലൈംഗിക ചേഷ്ടത്തെ കാണിച്ചു എന്നതുകൂടി കള്ളമാണ് എന്ന് പറയാൻ പറ്റുമോ? അക്കാര്യത്തിലൊരു മുൻവിധി എല്ലാവർക്കും ഉണ്ടോ രാജു പി നായർ? ഹാഷ്മി, ആദ്യം എനിക്ക് ഇത് പറയാനുള്ളത് പൊതുജനങ്ങളോടാണ്. ഈ നമ്മുടെ റോട്ടിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പലപ്പോഴും ചില പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള റോഡുകളിലുണ്ടാവും. അതുകൊണ്ട് ദയവേത് ഈ വീഡിയോ കാണുന്നവരാരും അത് ഡീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള മാർഗം ആ വണ്ടിക്ക് വട്ടം കൊണ്ടുപോയി ഇട്ടുകൊണ്ട് അവരെ തടഞ്ഞ് ആ വാഹനത്തിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അത്. ജാമ്യമില്ലാ വകുപ്പ് വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ദയവേത് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന തോന്നിയാസം ആരും അനുകരിക്കരുത്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് സംരക്ഷണം കിട്ടാൻ നിങ്ങൾ സഖാവല്ല, മേയറല്ല, MLA അല്ല. അതുകൊണ്ട് ദയവേത് നിങ്ങളത് ചെയ്യരുതെന്നാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് സഖാക്കന്മാരോടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഒരു റോഡിൽ നടന്ന ഒരു ചെറിയ സംഭവത്തെ ചൊല്ലി ഒരു സ്ത്രീ, അവർക്ക് സ്ത്രീ എന്ന് കിട്ടുന്ന പ്രിവിലേജ് പോലും, പക്ഷെ പലപ്പോൾ പറയുമല്ലോ നാണവും മാനവും ഉള്ളവർ പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ, ആ നാണവും മാനവും ഇല്ലാത്ത രീതിയിൽ പ്രിവിലേജ് ഉള്ള കാര്യങ്ങൾ പോലും എടുത്തു വെച്ചുകൊണ്ട് ഒരു പാവം മനുഷ്യന്റെ ജോലി കളയാൻ നിൽക്കുന്ന നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ? ഇന്നത്തെ DYFI കമ്മ്യൂണിസം ആണോ എന്ന് സഖാക്കന്മാർ ഒന്ന് ഇരുത്തി ചിന്തിക്കണം എന്ന് ആദ്യമായിട്ട് ഹാഷ്മി ചോദിച്ച ചോദ്യം ഉറപ്പെന്താണ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഈ ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർക്ക് യദു എന്ന് പറഞ്ഞ ഡ്രൈവർ നേരത്തെ അറിയില്ല. ആ റോഡിലുണ്ടായ സംഭവങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ ആധാരം. ഇയാൾ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനും മാത്രമുള്ള ഒരു മുൻപക അല്ലെങ്കിൽ ഒരു മുൻവൈരാഗ്യം ആർക്കുണ്ടോ യദുവിനോട്? അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് രാജു പി നായർക്ക് ഉറപ്പെന്താണ്? ഹാഷ്മി ഞാനത് പറയാം. രാത്രി 10 മണിക്ക് പോകുന്ന ഒരു വാഹനത്തിനകത്ത് ഏകദേശം ഒരു വാഗണാറിന്റെ ഉയരത്തെക്കാൾ കൂടുതൽ ഉയരത്തിലുള്ള ഒരു വാഹനത്തിന്റെ പൊസിഷനിലിരിക്കുന്ന ഒരു ഡ്രൈവർ രാത്രി 10 മണിക്ക് വാഗണാറിന്റെ പുറകിലിരിക്കുന്ന ഒരു സ്ത്രീയെ, യാതൊരു മുൻപരിചയവും യാതൊരു എതിർപ്പുമില്ലാത്തൊരു സ്ത്രീയെ നോക്കി ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യ EP ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ പെട്ടെന്ന് കയറി ചെന്ന് ജയരാജൻ ഇവിടെ ഉണ്ടോ, സുഖമാണോ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന കഥ പോലെ അവിശ്വസനീയമാണ്. രണ്ട് അവിശ്വസനീയമായ കഥകളാണ്. അത് പെട്ടെന്ന് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ഇപ്പൊ ഇവിടെ നിന്ന് ഈ യദുകൃഷ്ണന്റെ പഴയ കേസിനെ സംബന്ധിച്ചൊക്കെയാണ് പറയുന്നത്. ഞാനൊരു വീഡിയോയിൽ അദ്ദേഹം ആ കേസിനെ സംബന്ധിച്ച് പറയുന്നതും
കോടതി തന്നെ അത് തെറ്റാണെന്ന് പറയുകയും ആ സ്ത്രീക്കെതിരെ കേസെടുക്കണമെന്ന് ചോദിച്ചതൊക്കെ സംബന്ധിച്ചൊരു വീഡിയോ കണ്ടു. എന്തായാലും അത് യദുകൃഷ്ണൻ ഉണ്ടെങ്കിൽ അത് പറയട്ടെ, ഞാനിത് പറയാൻ തയ്യാറല്ല. എന്തായാലും ഈ പുറകിൽ പോയ കാറിലുണ്ടായിരുന്ന ആര്യ ഈ യദുകൃഷ്ണൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ തുണിയൂരി കാണിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് സ്ത്രീകളുടെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി പോയതല്ലല്ലോ, ആണോ? ഈ മുൻപിൽ ഓടിക്കുന്ന ബസ്സിലിരിക്കുന്ന യദു പണ്ട് ആരെയോ തുണിവൊക്കി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മേയറും ഒരു സ്ത്രീയുമായ ഞാൻ പ്രതികരിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ വണ്ടി വട്ട വിട്ടു, വാഹനത്തിന് മുന്നിൽ ഇവിടെ വണ്ടി വട്ട വിട്ടു, അല്ലെങ്കിൽ MLA അകത്ത് പോയി യാത്രക്കാർ ഇറങ്ങി പോകാൻ പറഞ്ഞു, അതിന്റെ ബസ്സിന്റെ ആ ഷെഡ്യൂൾ മുടക്കി, ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ വസ്തുതകളായി നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇതിലൊക്കെ മേയർ പറഞ്ഞ വാദങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് നിൽക്കുമ്പോൾ തന്നെ എന്നെ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊരു മേയർ വിടൂ, ഒരു പെൺകുട്ടിക്ക് തോന്നിയാൽ അത് അവിശ്വസിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു മുൻവിധിയില്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് സമാനമായ രീതിയിൽ ഒരാൾ കേൾക്കാമോ രാജു? കേൾക്കാമോ രാജു? കേൾക്കാമോ? ശരി, ഞാൻ അങ്ങനെ TDF ഞാൻ വരാം രാജു, എന്തോ പ്രശ്നമുണ്ട്. ശ്രീ സോണി, ഈ സാധാരണഗതിയിൽ ഈ ബസ്സിലെ ഈ മെമ്മറി കാർഡ് ആർക്കാണ് ആക്സസ് ആയിട്ടുണ്ടാവുക? ആർക്കാണ് അത് എടുത്തു മാറ്റാൻ കഴിയുക? സോണി കേൾക്കാമോ? ശരി, ശരത്ത് രാജു പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. ശരിയാക്കൂ പ്ലീസ്. അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ വീട്ടിലൊരു സ്ത്രീയോട് ഏതെങ്കിലും ഒരാൾ അപമര്യാദയായി പെരുമാറി കഴിഞ്ഞാൽ അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഒരു 24 വയസ്സായ ഒരു സ്ത്രീ, ഒരമ്മ, ഒരു ഭാര്യ ഒക്കെ ആയിട്ടുള്ളൊരു സ്ത്രീ, ഒരു മേയറോ ജനപ്രതിനിധി എന്തു ആയിക്കൊള്ളട്ടെ, അത്തരം ഒരു സ്ത്രീയോട് അപമര്യാദയായ നിലയിൽ ഒരാൾ പെരുമാറി കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായി അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രതികരിക്കും. അതിനെ ഈ തരത്തിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ രാജു പി നായർ, EP ജയരാജൻ്റെ ഒക്കെ പേര് പറഞ്ഞ് കുറേ ഉദാഹരണം പറഞ്ഞു. ഈ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പാർട്ടി ഓഫീസിൽ കൊന്ന് ചാക്കിൽ കെട്ടി കുഴിച്ചിട്ട പാരമ്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയാണ് രാജു പി നായർ. ഇദ്ദേഹത്തിൻ്റെ യുവജന സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സുശീൽ കുമാർ ശർമ്മ ഒരു സ്ത്രീയെ വെടിവെച്ച് കൊന്ന് തന്തൂരി അടുപ്പിലിട്ട് വേവിച്ചെടുത്ത ചരിത്രമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്തു പറയുന്നത്? ഈ ഒരു സ്ത്രീ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പരിഹാസേന, പുച്ഛേന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിയമപരമായി എന്ത് നടപടിയോ കാര്യങ്ങളോ അന്വേഷിച്ചോട്ടെ. അത് ഇപ്പോൾ മേയർക്കെതിരെ അന്വേഷണം വേണമെങ്കിൽ അന്വേഷിക്കട്ടെ, MLAക്കെതിരെ വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. പക്ഷേ യദു കൊടുത്ത പരാതിയിൽ പരാതിയുമായി ഓരോരോ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. അല്ല, അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഓരോരോ ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. യദുവിന്റെ പരാതി സ്വീകരിക്കുന്നില്ല, യദുവിന്റെ പരാതി സ്വീകരിച്ച് രസീത് പോലും കൊടുക്കില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ട്രാഫിക് വയലേഷൻ അവിടെ ഉണ്ടായോ? ശരത് പ്രസാദ്, ഇപ്പൊ പെനാൽറ്റി അടിക്കാവുന്ന, പെറ്റി അടിച്ചു വിടാവുന്ന ട്രാഫിക് വയലേഷനെങ്കിലും ഇല്ല എന്ന CCTV കണ്ട ശരത്ത് പറയോ? അതുപോലും എടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ആരായാലും ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെട്ട് കഴിഞ്ഞാൽ നിയമം നോക്കി പ്രതികരിക്കാൻ കഴിയില്ല. അത് സ്പോണ്ടേനിയസ് ആയി തന്നെ പ്രതികരിക്കും. ശരി, സമ്മതിക്കുന്നു. അങ്ങനെ സ്പോണ്ടേനിയസ് ആയ പ്രതികരണത്തിന്റെ പേരിൽ ഒരു സ്ത്രീക്ക് ഈ അവസ്ഥ, സ്പോണ്ടേനിയസ് ആയ ഒരു പ്രതികരണത്തിന്റെ പേരിൽ കേസെടുത്തുകൂടാന്നുണ്ടോ? സ്പോണ്ടേനിയസ് ആയ ഒരു പ്രതികരണത്തിന്റെ പേരിൽ കേസെടുത്തുകൂടാന്നുണ്ടോ? ഇപ്പോ വണ്ടി വട്ട വിട്ടത് വണ്ടി റോങ് സൈഡിൽ കയറി വട്ട വിടുന്നത് ഒരു ഗതാഗത നിയമലംഘനമാണ്. ശരി, അത് ഔട്ട്റേജിന്റെ ഭാഗമായി സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതാണെങ്കിലും അത് പോലീസ് കേസെടുത്തുകൂടാ എന്നിവിടെ ഇല്ല. ഞാൻ പറയുന്നത് പെറ്റി കേസാണെന്നേ. ആ പെറ്റി കേസെങ്കിലും എടുത്തുകൂടെ? അപ്പൊ ഇരട്ട നീതി. PR ആയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. CPIMന്റെ താങ്കൾക്ക് അതേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇരട്ട നീതി ആരാണോ ഉണ്ടാവില്ല. എന്റെ സംഘടനയുടെ നിലപാട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സർ, അങ്ങയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. മാന്യമായി മനുഷ്യരോട് പെരുമാറണം. സർ, അങ്ങയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. സർ, അങ്ങയുടെ പാർട്ടിയാണ് എന്റെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അങ്ങയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. അങ്ങയുടെ പാർട്ടിയുടെ നേതാവാണ് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ. അങ്ങയുടെ പാർട്ടിയുടെ 8 മണി തൊട്ട് 9 മണി വരെ ചർച്ച ചെയ്യുന്നത്. അങ്ങയുടെ പാർട്ടിയുടെ നേതാവാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. എന്റെ പാർട്ടി കേരളം ഭരിക്കുന്നതുകൊണ്ട് താങ്കൾ പോലീസിന്റെ PRO അല്ല എന്നു പറഞ്ഞൊഴിയല്ലേ? നിങ്ങൾ 8 മണി തൊട്ട് 9 മണി വരെ ഈ ചർച്ച നടത്തുന്നത്. താങ്കൾ ഞാൻ പോലീസിന്റെ PRO അല്ല, ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് വന്നിരിക്കുന്നത്. സാർ, എന്തുകൊണ്ട് കേസെടുക്കുന്നെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ നിലപാട് ചോദിക്കുന്നത്? സാർ, നിങ്ങളുടെ സർക്കാർ നിലപാടാണ് ചോദിക്കുന്നത്. സർക്കാരിന്റെ നിലപാടാണല്ലോ പോലീസിന്റെ നിലപാട്. ഞങ്ങളുടെ സർക്കാരിന്റെ നിലപാട്
സർ, പോലീസ് നിങ്ങളാണ് അന്വേഷിക്കട്ടെ. അതിന്റെ നിങ്ങളാണ് മെറിറ്റ് സർക്കാർ അനുസരിച്ച് ഭരിക്കുന്നത്. ഇടപെടട്ടെ. അത് പോലീസ് ചെയ്യേണ്ട കാര്യമല്ലേ? സർക്കാർ ഇടപെടട്ടെ. ആ സർക്കാരിനെ ഭരിക്കുന്നത് CPM ആണ്, നയിക്കുന്നത് CPM ആണ്. അതിന്റെ പ്രതിയാണ് അങ്ങ്. ശരി, പരിശോധിക്കട്ടെ. പരിശോധിക്കട്ടെ. രാജു ഞാനെത്താം. ശ്രീ സോണി, അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസ് പരിശോധിക്കട്ടെ, അതിൽ എന്ത് നടപടി വേണേൽ സ്വീകരിക്കട്ടെ. സർ, പോലീസ് കേസെടുക്കണ്ടേ? ഇപ്പൊ പോലീസ് ഈ പറയുന്ന യദുവിനെതിരെ പരാതി കൊടുത്തു, ഈ പറയുന്ന കടുത്ത വകുപ്പ് ചുമത്തി കേസെടുത്തു, ഈ പറഞ്ഞ കടുത്ത വകുപ്പ് ചുമത്തി കേസെടുത്തു. അതേസമയം തന്നെ റോങ് സൈഡിൽ കയറി വണ്ടി വട്ടം വെച്ച് സീബ്രാനിലേക്ക് ഇരുന്ന് CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് CCTV അടക്കം പുറത്തേക്ക് വന്നിട്ടും പോലീസ് കേസെടുക്കുന്നില്ല. അതിന് മെറിറ്റ് ഇല്ലേ? ഒരു പെറ്റി അടിക്കാനുള്ള കേസിന് മെറിറ്റ് പോലും അതില്ലേ? അപ്പൊ താങ്കൾ പറയും പോലീസിന്റെ PR അല്ല. പരാതി പോലീസ് പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാലോ. അതൊക്കെ എന്ത് അല്ല, മറുപടിയാണ്? ഞാൻ പോലീസിന്റെ PR അല്ല, ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. ശരി ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സോണി, ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞ പോലീസിന്റെ നിലപാടല്ല പറഞ്ഞു. ശരി, അതുകൊണ്ട് കോടതിയിൽ പോകാമല്ലോ എന്നൊക്കെയാണ് മറുപടി. പോട്ടെ. ശ്രീ സോണി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്മറി കാർഡാണ്. സാധാരണ സാഹചര്യത്തിൽ ആ മെമ്മറി കാർഡ് ആർക്കൊക്കെയാണ് ആക്സസ് ഉള്ളത്, ആർക്കൊക്കെയാണ് അത് എടുത്തു മാറ്റാൻ കഴിയുക? സാധാരണ ഈ മെമ്മറി കാർഡ് നമ്മുടെ യൂണിറ്റിൽ തന്നെ യൂണിറ്റ് ഓഫീസർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ADO അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഈ മെമ്മറി കാർഡ് എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ വണ്ടി സർവീസിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ആ ബസ് സർവീസിന് പോയിട്ട് വന്ന് നമുക്ക് ബാക്കിയുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം കള്ളമെന്ന് പറയുകയും തുടർന്ന് ഈ ബസ്സിലെ CCTV ദൃശ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നുള്ള ഒരു നിഗമനത്തിലോട്ട് പോലീസ് എത്തിച്ചേരുകയും 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമ്മുടെ ഈ മെമ്മറി കാർഡ് പരിശോധനയ്ക്കായി പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാധ്യമങ്ങളെയൊക്കെ അറിയിച്ച് നമ്മൾ മെമ്മറി കാർഡ് എടുക്കാൻ പോവുകയാണ്, നിങ്ങളും വരൂ എന്ന് ദുർബലമായ സംവിധാനമാണോ? ഞാൻ പറഞ്ഞത് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് കൺസോൾ എന്നൊക്കെ പറയുന്ന അത്ര ദുർബലമായ സംവിധാനമാണോ? ആർക്കും കയറി മെമ്മറി കാർഡ് മൂരിയെടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന സംവിധാനമാണോ ഈ KSRTC ബസ്സിലെ ഈ പറഞ്ഞ CCTV, കാശ് മുടക്കി സ്ഥാപിച്ച CCTV? അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ സാധിക്കൂ. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു 40-50 ബസ് ഒതുക്കിയിരുന്ന ഒരു ഡിപ്പോയിൽ അവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം അതിനകത്ത് ഒരാൾ വന്ന് ഇതിനകത്ത് മെമ്മറി കാർഡ് അപഹരിക്കണമെന്നുള്ള രീതിയിൽ വന്ന് അപഹരിച്ചുകൊണ്ട് പോയാൽ അത് കണ്ടുപിടിക്കേണ്ട സംവിധാനം മാനേജ്മെന്റാണ് കാണിക്കേണ്ടത്. ഈ ലക്ഷങ്ങളും കോടികളും KSRTC മുടക്കുമ്പോൾ അത് ഫലപ്രദമാകുന്ന രീതിയിൽ ആ ബസ്സിൽ വെച്ചൊരു കൊലപാതകം ഉണ്ടായെന്ന് വെക്കുക. ആ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ CCTV ദൃശ്യങ്ങളാണെന്ന് വെക്കുക. അത് രാത്രി തൊട്ട് ആർക്ക് കയറി ഉരുക്കൊണ്ട് പോവാം? അതെന്ത് സംവിധാനമാണ് സാർ? അതെന്ത് സംവിധാനമാണ്? ഈ സംവിധാനത്തിന്റെ മറുപടി പറയേണ്ടത് KSRTC മാനേജ്മെന്റും അതിന്റെ തലപ്പത്തുള്ളവരുമാണ്. ഒന്ന്, പിന്നെ ഇത് പോലീസ് ഒരു കൊലപാതക കേസിലെ പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യദുവിനെ വഴിയിൽ വെച്ച് തടഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസ് കൃത്യമായിട്ട് അന്ന് ആ മെമ്മറി കാർഡ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തു, യാത്രക്കാരെ പൊതുവഴിയിൽ ഇറക്കി വിട്ടു. അവരെ തിരിച്ച് തമ്പാനൂരെങ്കിലും എത്തിക്കേണ്ട ഒരു മര്യാദ കാണിക്കാതെ അവിടെ യാത്രക്കാരെ പൊതുവഴിയിൽ ഇറക്കി വിട്ടപ്പോൾ എന്തുകൊണ്ട് ആ മെമ്മറി കാർഡ് അവരെടുത്തില്ല? അല്ലെങ്കിൽ അന്ന് ആ വണ്ടി കസ്റ്റഡിയിൽ എടുത്താൽ മതിയായിരുന്നല്ലോ പോലീസിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് പോലീസും രാഷ്ട്രീയമായിട്ട്, അതായത് ഇപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മേയർ ചെയ്തത് ശരിയെന്ന് വരുത്തി തീർക്കണം. നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ് കാർ കൊണ്ട് വട്ടം പിടിക്കുന്നത്, സീപ്ര ലൈനിൽ വട്ടം പിടിക്കുന്നത്. എന്നിട്ട് 2 ദിവസം ശനിയാഴ്ച രാത്രി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച രാവിലെയാണ് ബോധോദയം ഉണ്ടാകുന്നത്. ആ വണ്ടിക്കകത്ത് ഇതുണ്ടെന്ന് ഞാൻ എത്താം. ശ്രീ യദു, ഇവിടെ CPM-ന്റെ പ്രതിനിധി സംശയിക്കുന്നത് താങ്കളോ താങ്കൾക്ക് വേണ്ടി ആരോ ആ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയെന്നാണ്. അങ്ങനെയുണ്ടോ? എനിക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത്. കേസിലെ പ്രതിയാണ്, ഇതേ സമാനമായിട്ടുള്ള ഒരു കേസ് നേരത്തെ ഉണ്ടായിരുന്നു, 2-3 കേസിലെ പ്രതിയാണ് എന്നൊക്കെ പലരും പല രീതിയിലും പറയും. അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഇതെന്തായാലും മെമ്മറി കാർഡ് എനിക്ക് എടുത്തു മാറ്റാൻ പറ്റൂല. ഞാൻ അപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം 10 മണിയായി എന്നെ അപ്പോഴാണ് വിട്ടത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡിപ്പോയിൽ അതിൻ്റെ അകത്ത് ബസ്സിൻ്റെ അകത്ത് കയറാനോ പറ്റൂല. ആ ഒരു ഡിപ്പോയ്ക്കകത്ത് പോകണം, കുഴപ്പമില്ല. ബസ്സിൻ്റെ അകത്ത് കയറാനുള്ള വഴി നമുക്കില്ല. CMDക്ക് ബാക്കിയുള്ള ആൾക്കാർക്കും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന
ഒരുപാട് യൂണിയൻ ആളുകളുണ്ട്, അവരൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ കാണുമായിരിക്കും. അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഈ മെമ്മറി കാർഡ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് ഇതുവരെ അറിയോ? എൻ്റെ ഇതല്ല, ഈ ചുമതലയല്ല. മെമ്മറി കാർഡ് ആ യൂണിറ്റിൽ നിന്ന് ഊരിയെടുക്കേണ്ട എങ്ങനെയാണെന്ന് ഇതുവരെ അറിയോ? മെമ്മറി കാർഡ് ആണെന്ന് അല്ല, ഞാൻ ഒരിക്കൽ ഒരു ഷിഫ്റ്റിൻ്റെ വണ്ടി കൊണ്ടുപോവുകയുണ്ടായി. അതിൽ ഞാൻ ഒരു വണ്ടി തട്ടാൻ വേണ്ടി ഒരു കാറിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഞാൻ അവൻ്റെ അടുത്ത്, ആ ഷിഫ്റ്റുകാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ വീഡിയോ എടുക്കും? ഷിഫ്റ്റ് വണ്ടിയിൽ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ അവൻ പറയുകയാണ്, ഇത് നേരെ CMDക്ക് അല്ലെങ്കിൽ ആനയറ അതിൻ്റെ ഓഫീസിലോട്ടാണ് റെക്കോർഡ് പോകുന്നത്. അവിടെ നിന്ന് ഒരാഴ്ച ആ റെക്കോർഡ് സൂക്ഷിച്ച് അത് കഴിഞ്ഞ് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റായി പോകുമെന്നാണ് അറിയപ്പെട്ടതെന്ന്. എനിക്ക് ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് കിടക്കണമെന്ന് ഈ വാർത്തയിൽ പറഞ്ഞപ്പോഴാണ് അറിയാമെന്നുള്ളത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് അങ്ങനെ സംവിധാനമൊന്നും ഇല്ല കേട്ടോ. ഇത് ലോക്കൽ പർച്ചേസ് ആണ്. ഇത് ആ ബസ്സിൽ മാത്രമുള്ള സംവിധാനമാണ്. ആ മെമ്മറി കാർഡിൽ മാത്രം ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് വേറെ ഏതോ കൺസോളോട്ടൊന്നും പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇത് ഇവിടെ നേരത്തെ ശരത് പ്രസാദ് CPM പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു, താങ്കളൊരു കേസിലെ പ്രതിയാണെന്നും ആ FIR വായിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രതിക്ക് പൊതുസ്ഥലത്ത് വെച്ച് ആവലാതിക്കാരുടെ അന്തസ്സിന് ഹനിക്കത്തക്കവണ്ണം അശ്ലീല പരാമർശം നടത്തുകയും പിന്നെ ലൈംഗിക ആവശ്യങ്ങൾ ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഉദ്ദേശത്തോടെ കരുതലോടും കൂടി എന്ന് പറഞ്ഞ എന്തൊക്കെയോ വൃത്തികേട് കാണിച്ചു എന്നുള്ളതാണ് FIR. ആ കേസിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ആ കേസിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ അത് നീണ്ടു പോവാത്തൊരു കേസാണ്. അത് വെറും ഇവരിപ്പോൾ ഈ പാർട്ടിയുടെ ബേസിൽ DYFI പ്രവർത്തകർ അവിടെ ഉള്ള ചെറിയ അടിപിടി കേസുകളൊക്കെ അങ്ങോട്ട് ഉന്തും തള്ളുമൊക്കെ ആയപ്പോൾ ഒരു പയ്യൻ റിമാൻഡിലാവുകയും എൻ്റെ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നില്ല, ചേട്ടനെ അടിക്കുകയും ചെയ്തപ്പോൾ ആ പയ്യൻ റിമാൻഡിലാവാൻ പോയി. അവൻ്റെ സഹോദരി, അവൻ്റെ മാമിയോ സഹോദരി എന്തോ ബന്ധുവാണ്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടയൽവാസി, ഞാൻ എന്നും കാണുന്ന ആളാണ്. ഇവർക്ക് പെട്ടെന്നാണ് അങ്ങനെ ഒരു ബോധോദയം വന്നത്. എന്നെ കണ്ടവരണം നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് വന്നു, കേസായി, കോടതിയായി. 2017 കോടതിയിൽ കേസ് ഞാനും ഫയൽ ചെയ്തു, കൗണ്ടർ കേസ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഫയൽ ചെയ്തു. എന്നിട്ടൊക്കെ എൻ്റെ വക്കീൽ വാദിച്ചു. മറ്റേ ജഡ്ജിയോട് അടുത്ത് പോയി. ജഡ്ജി ചോദിക്കുകയാണ്, ഇങ്ങനെ സംഭവം നടന്നോ? ഞാൻ പറഞ്ഞില്ല. ഈ പ്രതി അല്ലെങ്കിൽ ഈ കുറ്റവാളിയാണോ അന്ന് നിങ്ങൾ കണ്ടത്? അത് എനിക്ക് അറിഞ്ഞൂടാ, ഇരുട്ടത്തായതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ആ യുവതി പറഞ്ഞാണ് എനിക്ക്. എന്നിട്ട് പറഞ്ഞ് അങ്ങനെ ഒത്തീർപ്പായെന്നോ? അങ്ങനെ ഒത്തീർപ്പെന്നല്ല, അങ്ങനെ ഒത്തീർപ്പല്ല. അത് കേസ് അവർ പറഞ്ഞ് ഇവരല്ലെന്ന് പറഞ്ഞു. ശരി, കോടതി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു, എഴുതി ഒപ്പിട്ട് എല്ലാം സീൽ. എൻ്റെ പേപ്പർ അത് ഇന്ന് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ബാക്കിയുള്ള മീഡിയസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജഡ്ജ്മെന്റ് കോപ്പി എന്ന് പറയും. സാധാരണഗതിയിൽ അങ്ങനെ മൊഴിമാറ്റുക അല്ലെങ്കിൽ പരാതി പിൻവലിക്കുക എന്നുള്ളത് ഒരു സെറ്റിൽമെന്റ് രീതിയാണ്, ഔട്ട് ഓഫ് കോർട്ടോ അല്ലെങ്കിൽ കോർട്ടിനുള്ളിലോ. അപ്പോൾ അത്തരത്തിൽ ഒരു കൗണ്ടർ കേസ് കൊടുത്ത് താങ്കൾ കൊടുത്ത കേസ് പിൻവലിച്ചു, അവർ കൊടുത്ത കേസ് പിൻവലിച്ചു, അങ്ങനെയാണോ? അങ്ങനെയല്ല, എനിക്ക് കേസായിട്ട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ പിൻവലിച്ചൊന്നുമില്ല. ഔട്ട് ഓഫ് കോർട്ട് അല്ലല്ലോ, കോർട്ടിൽ വെച്ചാണല്ലോ പ്രതി വെറുതെ വിട്ടിരിക്കുന്നതെന്നാണ് കോടതിയിൽ മാഡം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോടതിക്കുള്ളിൽ അവർ മാറ്റി പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു സെറ്റിൽമെന്റ് ഭാഗമായിട്ടാണ് കോടതി മൊഴി മാറ്റി. ഇവിടെ ഈ പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് മേയർ. ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. താങ്കൾക്കെതിരെ എടുത്തിരുന്ന കേസും അത് തന്നെയാണ്. മേയർ ഉറച്ച് അല്ല, അതിപ്പോൾ ഒരു മാഡം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയല്ലേ, ഞാൻ ഒരു പുരുഷനായിപ്പോയി. ഞാനൊരു പുരുഷനായതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. സ്ത്രീ ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ പറയുമായിരുന്നു. എന്തോ ആ മാഡത്തിന് ഈഗോ ഇഷ്യൂ ആണെന്ന് ഇവർക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നത്. ഇവരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് ഈ സംസാരിക്കുന്നത്. നാളെ ഒരു കാലത്ത് ഇങ്ങനെ ആ മാഡത്തിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം തിരുത്തൂ. തിരിച്ചെടുക്കാൻ തർക്കത്തിന്റെ തുടക്കത്തിൽ തന്നെ താങ്കളെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ, നീ എന്താംഗ്യമാടാ കാണിച്ചേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ആംഗ്യം കാണിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചോദ്യം അവിടെ ഉണ്ടാവുന്നത്? അല്ല, തർക്കത്തിൻ്റെ തുടക്കത്തിലല്ല എൻ്റെ അടുത്ത് പറയുന്നത്. തർക്കം മൂത്ത് നല്ല രീതിയിൽ പ്രശ്നമായപ്പോഴത്തേക്കാണ് ആര്യ എന്ന് പറയുന്നത്. എന്നെ അറിയാമോ ആര്യ? നിങ്ങൾ റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആര്യയാണ് ഞാൻ, ആര്യ രാജേന്ദ്രനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈഗോ ക്ലാഷ് തന്നെയാണ്. അത് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് കളക്ടർ ഇത് നമ്മളെ മേയറാണെന്ന് അറിയത്തില്ല. അത് അറിഞ്ഞുകൂടാ. ഒരു KSRTC അല്ല, അത് പിന്നീട്
അത് ഞാൻ പിന്നീട് അങ്ങനെ ദിവസങ്ങൾ പറഞ്ഞ കഴിഞ്ഞുണ്ടാകുന്ന ആരോപണമല്ല. എന്ന് പറഞ്ഞപ്പോഴാണ് ആംഗ്യം. അത് തന്നെ, അങ്ങനെ ഒരു ആംഗ്യത്തിന്റെ കേസ് പറയുന്നത് ഞാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ആ സമയത്ത് തന്നെ ഉണ്ടാവുന്നല്ലേ? ആംഗ്യം കാണിച്ചു, ആംഗ്യം. ഇത് ആ സമയത്ത് തന്നെ ഉണ്ടാവുന്നല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ദിവസങ്ങൾക്ക് ശേഷം അല്ല, ആ സമയത്ത് നീ എന്താ ആംഗ്യോടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ഒരു ആംഗ്യോടെ ഉണ്ടായി. അങ്ങനെ ഉണ്ടായോ? അപ്പൊ ഞാൻ ചോദിച്ചല്ലോ എന്താണ് ആംഗ്യം കാണിച്ചതെന്ന്. ഞാൻ ചോദിച്ചല്ലോ എന്താണ് ആംഗ്യം കാണിച്ചത്, ആംഗ്യം എന്താണ് കാണിച്ചത് എന്ന് ഞാൻ ചോദിച്ചല്ലോ. അന്ന് വൈകിട്ട് യദു ആര്യ ഫോണിൽ വിളിക്കുന്നുണ്ട്. ആംഗ്യം കാണിച്ചത് അല്ല, അന്ന് വൈകിട്ട് യദു ആര്യ ഫോണിൽ വിളിക്കുന്നുണ്ട്. ആ ഫോൺ വിളിക്കുമ്പോഴും ആര്യ വൈകിട്ടല്ല, 10:30 രാത്രി അന്ന് രാത്രി വിളിക്കുന്നുണ്ട്. 10:30 പോലീസുകാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. രാത്രി അത് വിളിക്കുമ്പോഴും ആര്യ പറയുന്നുണ്ട്, പോലീസുകാർ പറഞ്ഞ് മാഡം ഇങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ടില്ല. അല്ല, അത് പറയുമ്പോഴും ആ കോളിലും ആര്യ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ആംഗ്യത്തിന്റെ കാര്യം. എന്താണ് പറയുന്നത്? ഈ ആംഗ്യത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ ആംഗ്യം കാണിച്ചെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ആംഗ്യം കാണിച്ചത് എന്ത് ആംഗ്യം കാണിച്ചു, എന്താണ് കാണിച്ചത്, എങ്ങനെയാണ് കാണിച്ചതെന്നുള്ള ചോദിക്കില്ല. മോശമായിട്ടുള്ള മാഡം കണ്ടായിരുന്നു 2-3 പ്രാവശ്യം കാർ ഇങ്ങനെ കൊണ്ടുവന്ന് കയറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്നു. ആരുടെ കാർ തട്ടാൻ പോയി? നിങ്ങളുടെ കാറിൽ തട്ടാൻ വേണ്ടിട്ട് പോയത്. നിങ്ങളുടെ റഫ് ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത്? ഞാനൊരു വേറൊരു കാര്യം പറയാം. ഞങ്ങൾ അതിനുശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. മറ്റ് 2 വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്നു ആദ്യം. അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അതിനുശേഷമുള്ള 2 വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മോശമായ ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങളൊരു ആക്ഷൻ കാണിച്ചു. അതിനെ തുടർന്നാണ് ഞങ്ങൾ മുമ്പോട്ട്. കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കണം എന്നുള്ള ബോധ്യമുള്ള ആളാണ് ഞാനും കണ്ട്, സിസ്റ്ററും കണ്ടതാണ്. അത് അവരവിടെ നിന്നവരോടും സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു, ഇതാണ് കാണിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത്. അല്ലാതെ ഞാൻ മേയർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. അല്ല, ആക്ഷൻ അത് എനിക്കിപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ. ഞാനത് പിന്നെ പോലീസിനോടോ അത് നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാണിച്ചത് കൊണ്ടും നിങ്ങൾ അതിനുശേഷം 2 വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ എന്റെ വീഡിയോ എന്തെങ്കിലുണ്ട്. തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു. വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷെ അതിലും പാലിക്കേണ്ട നിയമങ്ങളുണ്ടല്ലോ. ശരി, അത് അപ്പോൾ ആ രാത്രി വിളിക്കുമ്പോഴും ആര്യ പറയുന്നുണ്ട്, ഈ ആംഗ്യത്തിന്റെ കാര്യം പറയുന്നുണ്ട്. താങ്കൾ ഒരു ഘട്ടത്തിൽ എന്താണ് ആംഗ്യം എനിക്ക് ഓർമ്മയില്ല എന്നും പറയുന്നുണ്ട്. താങ്കൾ ആംഗ്യം കാണിച്ചിട്ടില്ല താങ്കൾ ഇപ്പോൾ പറയുന്നു, ഓർമ്മയില്ല എന്നും താങ്കൾ പറയുന്നുണ്ട്. ശരി, ആംഗ്യത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് മാഡം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നെന്ന് എനിക്കറിയത്തില്ല. കാറിൽ തട്ടാൻ വരുന്നതിന് മുമ്പായിട്ട് തിരിഞ്ഞു നോക്കുകയായിരുന്നു. കാറിൽ തട്ടാൻ വരുന്നതെന്ന് വെച്ചാൽ കാറിൻ്റെ ബാക്കിൽ തട്ടാനാണോ, സൈഡിൽ കൂടെ പോയപ്പോൾ തട്ടാൻ പോയതാണോ? എന്തായാലും ഒരു ഡ്രൈവർ ഇരുട്ടത്തിരിക്കുന്ന, ഞാനൊരു കാര്യം പറയാം, വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു ബസ് KSRTCയിൽ നിന്ന് ഒരു അനുവാദം വാങ്ങിച്ചിട്ട് ഒരു ബസ് എടുത്ത് പട്ടത്തിൽ നിങ്ങൾ വരികയാണ്. ഫ്രണ്ടിൽ നിങ്ങൾ കാറിൽ പൊക്കോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ അകത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രൈവറിൻ്റെ വല്ല ചേഷ്ടകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിന് സമ്മതിച്ചു തരാം. ഒരു ഡ്രൈവറിൻ്റെ ഒരു ചേഷ്ടയും തിരിഞ്ഞു നോക്കിയാലും കാണാൻ പറ്റില്ല. ഈ പൊക്കത്തിരിക്കുന്ന വണ്ടി കാറിൻ്റെ തൊട്ടടുത്തൂടെ പോകുമ്പോൾ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും ബസ്സിൻ്റെ താഴ്ഭാഗത്തെ 2-4 ലൈറ്റുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 4 ലൈറ്റും പറ്റുമെങ്കിൽ കാഴ്ച കൂടുതലുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ നമ്പറും കാണാം. ഇത്രയും പ്രകാശം അടിച്ച് വണ്ടി ഓടിച്ച് വരുന്ന വണ്ടിയിൽ, അതുമല്ലാതെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നല്ല റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യമേ പറയണം റാഷ് ഡ്രൈവിങ്, അത് കഴിഞ്ഞ് ഇടിക്കാൻ വരുന്നെന്ന് പറയുന്നു. പല വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഒരു രക്ഷയില്ലാതെയാണ് പറയുന്നത് ഇങ്ങനെ ചേഷ്ട കാണിച്ചു. ഒരു പെണ്ണിന് രക്ഷപ്പെടാൻ പറ്റുന്നത് ചേഷ്ട എന്ന് പറഞ്ഞു. ഞാൻ പറയണം നാളെ മാഡം എൻ്റെ അടുത്ത് ചേഷ്ട കാണിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഇടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യൂ?
ശരി. സപ്പോർട്ട് ചെയ്യില്ല. ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ ചേഷ്ട കാണിച്ചു, അല്ലെങ്കിൽ അവനെ എന്നെ കയറി പിടിക്കാൻ വന്നു, അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. എന്തോ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം തന്നെ മെമ്മറി കാർഡ് അവർ പലതും പറയും. ലഹരി ഉപയോഗിക്കാത്ത എന്നെക്കുറിച്ച് ഞാൻ ബിസ്ക്കറ്റ് തിന്നിട്ട് എൻ്റെ കവർ കളഞ്ഞതിന് ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞ് തന്നെ എൻ്റെ ബാഗിൽ നിന്ന് ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്ത് കഴിച്ച് തീർന്നതിൻ്റെ കവർ എടുത്ത് കളഞ്ഞ നീളമുള്ള കവറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ആ കഴിച്ച ബിസ്ക്കറ്റിൻ്റെ നീളമുള്ള കവർ എടുത്ത് കളഞ്ഞതിന് പറയുന്നത് ലഹരി യൂസ് ചെയ്തു. എന്തോന്ന് വെച്ചാൽ ഇവർ ഒരു എന്തോ കല്യാണ പാർട്ടിക്ക് പോയിട്ട് വന്നതാണ് ഈ മാഡവും സംഘവും. ഇവർ ലഹരി യൂസ് ചെയ്തെന്ന് ആരും ചെക്ക് ചെയ്തില്ല. എൻ്റെത് ചെക്ക് ചെയ്തല്ലോ. എൻ്റെത് ചെക്ക് ചെയ്തപ്പോൾ അവിടെ നെഗറ്റീവ് ആണല്ലോ ലഹരി യൂസ് ചെയ്തെങ്കിൽ. ക്ലിയർ അല്ലേ സാറേ? മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഉള്ളതാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ഇത്? അതിപ്പോൾ അങ്ങനെയായി. നേരത്തെ അങ്ങനെ പറഞ്ഞ് കഞ്ചാവെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞ് MDMA എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് പുകയില ഉൽപ്പന്നം എന്ന് പറയുന്നത്. അവർക്ക് ആ തോന്നിയ ദിവസം പോലെ പറയാം. അവർക്ക് പവർ ഇരിക്കുന്നത് അവർ പറഞ്ഞ് അവരെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പാർട്ടിക്കാരോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പാർട്ടിക്കാരെ മൊത്തത്തിൽ ഞാൻ അധിക്ഷേപിക്കുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കവർ പുറത്തേക്ക് ഇടുന്നുണ്ട്. അത് ബിസ്ക്കറ്റിന്റെ കവറാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞത് കേസുമായി അതിന് വലിയ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതല്ലടാ മറ്റേത്. ആ കവർ ഒരു കവർ ഇടുന്നുണ്ട് യദു ആ വിഷ്വലിൽ. ബിസ്ക്കറ്റിൻ്റെ കവറാണ്. അങ്ങനെ ഒരു കവർ പുറത്തിട്ടെങ്കിൽ അപ്പോൾ മാഡം എടുത്ത് വെക്കാത്തത് ഏതെങ്കിലും കവർ എടുത്ത് വെക്കണ്ട. അപ്പോൾ തന്നെ ഈ കവർ എന്താണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാത്തത് ഇത്രയും രോക്ഷം കൊണ്ട് മാഡം അന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇപ്പൊ ശ്രദ്ധയിൽപ്പെട്ടില്ലേ വീഡിയോ കണ്ടപ്പോൾ? അത് ബിസ്ക്കറ്റിന്റെ കവറാണോ? അത് ബിസ്ക്കറ്റിന്റെ കവറാണോ? ഞാൻ ബിസ്ക്കറ്റ് കപ്പലണ്ടി കഴിക്കാറുണ്ട്. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കഴിച്ച് ബാക്കി ബാഗിൻ്റെ അകത്ത് വെച്ചേക്കും. വേസ്റ്റ് ആയപ്പോൾ ഇപ്പോൾ ഇവരെന്തായാലും ഡോറ് തുറന്നതല്ലേ അങ്ങ് കളയാമെന്ന് വിചാരിച്ച് കളഞ്ഞതാണ്. സാധാരണ ഞാൻ ഡിപ്പയിൽ പോയിട്ടാണ് എടുത്ത് കളയുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഈ ആഹാരം കഴിക്കുന്ന ബിസ്ക്കറ്റ് കപ്പലണ്ടി ആയാലും ഫ്രണ്ടിൽ നമ്മുടെ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയൊക്കെ ഇടയിൽ വന്ന് കിടക്കും. അതായാലും ഞാൻ എടുത്ത് കളയാറുണ്ട്. ആ വിഷ്വൽ കണ്ട് ആരോ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഇളം നീല സിൽവർ കളറിൽ കൂൾ എന്നെന്തോ പറയുന്നുണ്ടോ, ലഹരി ഉൽപ്പന്നാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? കൂൾ എന്ന ബ്രാൻഡ് ബിസ്ക്കറ്റ് ഉണ്ടോ യദു? അതെന്തോ എനിക്കറിഞ്ഞൂടാ. കൂളെന്നൊക്കെ പറയുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാനല്ല. ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടോ KSRTC? അത് കാണുമായിരിക്കും, അതെനിക്കറിയത്തില്ല. ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവർ ഉപയോഗിക്കാതെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഉപയോഗിക്കാറില്ല. ഇന്ന് പരാതി അവരുപയോഗിക്കാത്ത അവരെ കാര്യം. ഇന്ന് പരാതിയുമായി കമ്മീഷൻ എടുത്ത് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു അവിടെ നിന്നുള്ള ഒരു സമീപനം? ഞാൻ ഇന്നലെയാണ് പോയത്. ഇന്ന് എല്ലായിടവും അവധിയായിരുന്നുകൊണ്ട് ഇന്നലെയാണ് പോയത്. ഇന്നലെ കമ്മീഷണർ ഓഫീസിൽ പോയപ്പോൾ പരാതിയിൽ അപ്പോഴും അവിടുത്തെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, സാറ് കണ്ടോടനെ പറയുന്നു, നീ ഇന്ന കേസിൽ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ ലൈംഗിക അതിക്രമ കേസിലുള്ള വ്യക്തിയല്ലേ എന്ന് ആദ്യം ചോദിച്ചു. പിന്നെ ചോദിച്ചു, നിങ്ങളെ പേരിൽ തമ്പാനൂർ ഇന്ന കേസ്, പേരൂക്കട ഇന്ന കേസ്, നേമത്ത് ഇന്ന കേസൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, നേരത്തെ അങ്ങനെ പെറ്റി കേസുകളൊന്നും പെറ്റി അടച്ചു, അത് ഒഴിഞ്ഞു പോയി. പിന്നെ മറ്റത് അത് സ്വാഭാവികമായിട്ട് പാർട്ടിപരമായിട്ടുള്ള പ്രശ്നത്തിലുണ്ടായതാണ്, അതും സോൾവായി. അത് പക്ഷേ ഇവിടെ കിടപ്പുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവാണല്ലോ ഇതിൽ കേസ് ഹിസ്റ്ററിയിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ട്, സാറേ ഈ പരാതിയിലെ നടപടി എന്താണെന്നൊക്കെ ചോദിച്ചാലും ഒന്നും മിണ്ടാത്തൊരവസ്ഥയാണ്. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, എൻ്റെ ന്യായം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു റെസിപ്റ്റ് കൊടുത്ത് വിട്ടേക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ റെസിപ്റ്റ് വാങ്ങിച്ചു ഇങ്ങ് പോന്നു. ഞാൻ അല്പസമയം തുടരണം, ഇടവേളയ്ക്ക് പോകണം. പെട്ടെന്ന് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ശരത് പ്രസാദ് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ എതിരോട് ചോദിച്ചു. ഈ പറയുന്ന കവർ എറിഞ്ഞടക്കം, ഈ പറയുന്ന പരാതിയെക്കുറിച്ചടക്കം, ഈ പറയുന്ന ആംഗ്യത്തെക്കുറിച്ചടക്കം. ആ സമയത്ത് ആംഗ്യം കാണിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ യദു ആ സമയത്തും എന്താംഗ്യം ചോദിക്കുന്നുണ്ട്. വൈകിട്ട് ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആംഗ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് എന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. ശരത് പ്രസാദ് ഇവിടെ ആ ആംഗ്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായ ഒരു മെമ്മറി കാർഡുണ്ട്. ആ മെമ്മറി കാർഡ് ഉള്ള കാര്യം KSRTC ആദ്യം പറയുന്നില്ല. അത് ആ മണിക്കൂറുകളൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല, പോലീസ് പറയുന്നില്ല.
എന്നിട്ട് 3-4 ദിവസം ഈ ബസ് ഏതൊക്കെയോ സർവീസ് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഈ മെമ്മറി കാർഡ് അന്വേഷിച്ചാൽ മെമ്മറി കാർഡ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ യദു പറയുന്നത് വിശ്വസിക്കണോ മേയർ പറയുന്നത് വിശ്വസിക്കണോ? ശരത് പ്രസാദ്. അല്ല, ഇവിടെ നിങ്ങൾ പ്ലേ ചെയ്ത വീഡിയോ തന്നെ സംഭാഷണം തുടങ്ങുന്നത് ആംഗ്യം കാണിച്ച് ചോദ്യം ചെയ്തിട്ടാണ്. അല്ല അങ്ങനെയല്ല, അല്ല അങ്ങനെയല്ല, അല്ല അറിയില്ലേ ഇല്ല, ഞാൻ മേയറാണെന്നൊന്നും പറഞ്ഞിട്ടല്ല ആ സംഭാഷണം തുടങ്ങുന്നത്. അത് ഞാൻ അവിടുന്ന് കട്ട് ചെയ്തിട്ടാണ്, അത് തുടക്കം മുതലേ ഉണ്ട്. ഒപ്പം നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നത് നീ എന്താങ്ങിയുടെ കാണിച്ച് എന്നാണ് ചോദിക്കുന്നത്. അതെ, എന്താങ്ങിയാണ് അത് ചോദിക്കുന്നുണ്ട്. പിന്നെ ആരായാലും ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു കവർ വലിച്ചെറിയല്ലേ ചെയ്യുന്നത്? ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു കവർ വലിച്ചെറിയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരവും ശരീരഭാഷയും ഇവിടെ അദ്ദേഹം അതാണ് പ്രശ്നം. ഈ സംസാരവും ശരീരഭാഷയും മഹാഭാരതം എങ്ങനെയാണ്? BMSന്റെ പ്രവർത്തകനാണ്, BJPയുടെ പ്രവർത്തകനാണ്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ശരത് പ്രസാദ്, ആ ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ എന്താണ് ആവശ്യം? ഭാഗമായി ഇദ്ദേഹത്തെ പോലീസ് ഇല്ല, വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റുമോ? വെറുതെ അങ്ങ് പറഞ്ഞു പറ്റുമോ? എങ്ങനെയാണ് പോലീസ് എങ്ങനെയാണ് തെളിയുക സാർ? എങ്ങനെയാണ് തെളിയുക? ഈ 4 KSRTC ബസ്സുകളിൽ ഈ യദു കാണിച്ചെന്ന് പറഞ്ഞ ആംഗ്യം കൃത്യമായി കാണുന്ന ആ മെമ്മറി കാർഡ് മാത്രം കാണാതെ പോയി, എന്നിട്ട് ബാക്കി എല്ലാം നമ്മൾ വിശ്വസിക്കണം, അങ്ങനെയാണോ ശരത്തെ? 4 ബസ്സുകളിൽ ഈ സംവിധാനമുണ്ട്, ബാക്കി 3 ബസ്സുകളിലും ഇൻടാക്ട് ആയി മെമ്മറി കാർഡ് അടക്കമുണ്ട്. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല, അത് പ്രധാനമായതുകൊണ്ടാണ്. പലതവണ പറഞ്ഞു. ഇപ്പൊ യദു ഒരു ആംഗ്യം അന്വേഷിക്കട്ടെ. ഇല്ലല്ലോ, ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് പോലീസിനെ വിളിച്ച് ചോദിക്കും. ഒരു ആംഗ്യം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അങ്ങനെ ആംഗ്യം ഉണ്ട് എന്ന് തെളിയിക്കാൻ ആവശ്യമായ മെമ്മറി കാർഡ് എന്താണ് പറഞ്ഞു? അല്ല, എനിക്ക് ഒരു കാര്യം ഒന്ന് പറയട്ടെ, ഒരു കാര്യം ഒന്ന് പറയട്ടെ. റാഷ് ഡ്രൈവിംഗ് ആണോ? ഞാൻ പറഞ്ഞത് ഇവിടെ റാഷ് ഡ്രൈവിംഗ് ആണോ പ്രശ്നം? ഇത് ലൈംഗികാധിക്ഷേപത്തിൽ ആംഗ്യം കാണിച്ചാണോ പ്രശ്നം? റാഷ് ഡ്രൈവിംഗ് ആണോ? വേറെ പ്രശ്നമാണ്. റാഷ് ഡ്രൈവിംഗും പ്രശ്നമാണ്, പ്രധാന പ്രശ്നം എന്താണ്? പ്രശ്നമാണ്. അല്ല, അതിലെ പ്രധാന പ്രശ്നം എന്താണ്? ഇപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് ഒത്തുതീർപ്പ്. നിങ്ങൾ എന്നൊന്നും മിണ്ടാൻ സമ്മതിക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു പറയുന്ന ഒരു സമയം നിശ്ചയിച്ചാൽ ആ സമയത്ത് ഞാൻ സംസാരിക്കാം. ഇതൊരു അക്ഷരം മിണ്ടാൻ സമ്മതിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? 25/7/22 ഈ യദുവിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എന്തിനാണെന്നറിയോ? ഒരു KSRTC ബസ്സും ഒരു പ്രൈവറ്റ് ബസ്സും ഒരു കാറും ഒരേ സമയം ഇടിച്ച് നശിപ്പിച്ചതിനും 2 പേർക്ക് പരിക്ക് പറ്റിയതിനുമാണ്. അപ്പൊ അതിനും കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ ജഡ്ജി മാമൻ ടാറ്റ കൊടുത്ത് വിട്ടു എന്നാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം നിരന്തരമായി റാഷ് ഡ്രൈവ് നടത്തുന്ന ഒരാളാണ്. അപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞ എന്താണ് മുണ്ടുകൂക്കി കാണിച്ച ആദ്യ കേസ് ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മറ്റേ പൂർവ്വകാല റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്, ക്രൈം റെക്കോർഡ് ഉണ്ട് എന്ന കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രേരിതല്ല. ഇത്തരം സ്വഭാവ വൈകൃത അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ നിയമത്തിന്റെ ഇതിന്റെയും കാര്യമില്ല പറയാം. ഞാൻ നൈതികതയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന സ്ത്രീകളോട് നൈതികതയുടെ താങ്കൾ ഒരു FIR ആധികാരികമായി വായിച്ചു, ചുമത്തപ്പെട്ടു. കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും എനിക്ക് അല്ല, ഞാൻ പറഞ്ഞ ആ കേസിലെ പ്രതി പറയുകയാണ്, ആ പേപ്പർ കാണിക്കാമെന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തപ്പെട്ടതാണ് ഒരു സമയത്ത്. സാർ, ഒരു സമയത്ത് അതിന്റെ വ്യവഹാര വഴി അത് കോടതിയിലേക്ക് എത്തുന്നു. സാർ, നമ്മുടെ നിയമ സംവിധാനം എങ്ങനെയാണ്? അങ്ങനെ ഒരു കേസ് ചുമത്തപ്പെട്ടാൽ അതിന് അന്വേഷണം വഴി കോടതിയിലേക്ക് എത്തുന്നു. കോടതിയാണല്ലോ തീരുമാനിക്കുക അന്തിമമായി ഇയാൾ പ്രതിയാണോ അല്ലേ എന്നുള്ള കാര്യം. അല്ല എന്ന് കോടതി പറഞ്ഞു, പേപ്പർ കാണിക്കാമെന്ന് ഇത് പറഞ്ഞാൽ പേപ്പർ കാണിക്കട്ടെ യദു. അങ്ങനെ കുറ്റമുക്തനാക്കിയാൽ പിന്നെയും FIR നിൽക്കണോ? അല്ല, FIR നിൽക്കില്ല. ഞാൻ പറയുന്നത് FIR എന്താണ് സ്പെസിഫിക് കേസിന്റെ FIR അല്ല, ഇത്തരം പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ആ വീഡിയോ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നീ എന്താ ആക്ഷനാണ് കാണിച്ചതെന്ന് ചോദിച്ചിട്ടല്ലേ അവരുടെ ഒപ്പം നിൽക്കുന്ന ആള് അതല്ലേ ചോദിക്കുന്നത്? ഇപ്പൊ ഈ ഫോൺ സംഭാഷണത്തിൽ എന്താ പറയുന്നത്? ആര്യ എന്താ പറയുന്നത്? നിങ്ങൾ ആക്ഷൻ കാണിച്ചായിട്ട് ബന്ധപ്പെട്ടല്ലേ ചോദിക്കുന്നത്? 2 തവണയും ആക്ഷൻ കാണിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ചോദ്യം ചെയ്യുമ്പോ അതിനെ രാഷ്ട്രീയ ഗൂഢാലോചന ശരത് പ്രസാദ് 2 തവണയും ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്നല്ലേ പറയുക? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞേ. യദു ആ സമയത്തും ഫോണിലും പറയുമ്പോൾ അത് സമ്മതിപ്പിക്കണം. എന്താണ് വേണ്ടത്? ആ തെളിവാണ് വേണ്ടത്. ആ തെളിവാണ് KSRTCക്ക് താല്പര്യമുള്ള തെളിവ്, ആ തെളിവാണ് പോലീസിന് താല്പര്യമുള്ള തെളിവ്, ദുരൂഹമായ അപ്രത്യക്ഷമായ തെളിവ്, പുഷ്പം പോലെ തെളിയിക്കാൻ പറ്റിയ തെളിവ്. പോലീസ് ആവിയായി അതിൽ ആശങ്കയുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കട്ടെ. അത് പരിശോധിക്കണം. അത് പിന്നെ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ ഹാഷ്മിക്ക് എന്താ ആവശ്യം? ഹാഷ്മിയുടെ ആവശ്യം അത് ആര്യ രാജേന്ദ്രൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ CIT-യുടെ ആളുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകളോ അവിടെ നിന്ന് എടുത്തു മാറ്റി എന്ന് വരുത്തി തീർക്കലാണോ ഹാഷ്മിയുടെ ആവശ്യം? ആരെടുത്തു മാറ്റുന്നത് കേരളത്തിന് അറിയണം. അതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി. ആരെടുത്തു മാറ്റുന്നത് കേരളത്തിന് അറിയണം. ശരത്തെ,
ശരത് ഒഫൻസീവ് എന്തിനാണ് അത് പെട്ടെന്ന്? പോലീസ് പരിശോധിക്കട്ടെ. അത് ഞാനോ നിങ്ങളിവിടെ ചാനൽ മുറിയിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. സാർ, ഈ ദിവസങ്ങളിൽ ചാനലുകൾ നിറഞ്ഞു എന്തുകൊണ്ട് ഇത് പോയി നിങ്ങൾ അന്വേഷിക്കണ്ടേ? ഉത്തരവാദിത്തപ്പെട്ട ഇത് മാധ്യമ 12 വർഷം മുൻപ് നടന്ന കേസല്ല. ഇത് 12 വർഷം മുൻപ് നടന്ന കേസല്ല. ഇത് മെഞ്ഞാൻ നടന്ന കേസാണ്. ഇത് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ്. അങ്ങനെ പ്രമാദമായ ഒരു കേസിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് പോലും സംരക്ഷിക്കാൻ KSRTC കഴിയുന്നില്ല, പോലീസിന് കഴിയുന്നില്ല. എന്നിട്ട് പോലീസ് അന്വേഷിക്കേണ്ടത് അങ്ങ് പറയുകയാണ്. ശരി രാജു, എന്താണ്? ഇതൊരു കൊലപാതകത്തോടൊക്കെയാണ് നിങ്ങൾ സാമ്യം ചെയ്യുന്നത്. ഒരു കൊലപാതകത്തോടൊക്കെയാണ് നിങ്ങൾ ഇതിനെ സാമ്യം ചെയ്തത് നേരത്തെ. എന്റെ ചോദ്യമുണ്ട്, ആ ബസ്സിൽ ഒരു കൊലപാതകം നടന്നിരുന്നുവെങ്കിൽ, ആ CCTV നിർണായകമായിരുന്നുവെങ്കിൽ, അത് അന്തരീക്ഷത്തിൽ ആവിയായി എന്നങ്ങ് പറഞ്ഞാൽ ശരിയാവുമോ? ഓൺ എ ഫൈൻ ഡേ അന്തരീക്ഷത്തിൽ അങ്ങ് ആവിയായി എന്നങ്ങ് പറയാണ്. ഇതുപോലെയാണോ KSRTC ബസ് ഇതുപോലെയാണോ കസ്റ്റഡിയിൽ എടുക്കുക? സാർ, ഒരു കൊലപാതകം നടന്ന KSRTC ബസ് കസ്റ്റഡിയിൽ എടുക്കില്ലേ? ഇവിടെ ഒരു ക്രൈം നടന്ന കേസാണോ? ശരത്തെ, ഒരു ഇൻസിഡന്റ് നടന്ന അതുപോലെയാണോ ചെയ്യുക? ശരത്തെ, ഇവിടെ തർക്കം മാത്രമല്ല, ഒരൊറ്റ മിനിറ്റ്, ഇവിടെ തർക്കം മാത്രമല്ല, ഒന്നാണോ? നിങ്ങളാണല്ലോ വലിയ നിയമം പറയുന്നത്. കേൾക്കൂ സാർ, ഇവിടെ തർക്കം മാത്രമല്ല. യദു തിരുവനന്തപുരം നഗരത്തിന് മേയറോട് ലൈംഗിക അധിക്ഷേപ സ്വരത്തിൽ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞ കേസാണ്. എത്രയാണ്, 351 എന്ത് വകുപ്പിട്ട കേസാണ്. അപ്പൊ ബസ് കസ്റ്റഡി എടുക്കണ്ട? അതിൽ ദൃശ്യങ്ങൾ ശേഖരിക്കണ്ട? എന്റെ അറിവനുസരിച്ച് ബസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല, കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ ഗൗരവം എന്നാണ് താങ്കളും പറയുന്നത്. രാജു, എന്താണ് നിയമപരിജ്ഞാനം അനുസരിച്ച് ബസ് കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. ശരി രാജു, ബസ് കസ്റ്റഡി എടുക്കേണ്ട കാര്യമില്ല, ദൃശ്യം ശേഖരിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു പൂർത്തിയാക്കും. ദൃശ്യം ശേഖരിക്കേണ്ട കാര്യമില്ല. ശേഖരിച്ചില്ല, പോയി. ദയവേദി ചർച്ചയുടെ ഭൂരിഭാഗവും ഡിവൈഎഫ്ഐയോട് പ്രതിനിധിയോട് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. ഇവരുടെ താല്പര്യം, ഇവരുടെ മോഡസ് ഓപ്പറാൻഡി ഒന്നാണ്. ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ചില TP ചന്ദ്രശേഖരനെ 52 വെട്ടുവെട്ടി കൊന്ന കേസിൽ കുഞ്ഞനന്തൻ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറാത്ത ഇവർ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു കോടതി യദുവിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടെങ്കിൽ അതും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത്രമാത്രം ജനാധിപത്യ വിരുദ്ധവും ഇത്രമാത്രം നെറികെട്ട രാഷ്ട്രീയത്തിന് ഉടമകളാണ് ഈ ഡിവൈഎഫ്ഐക്കാർ. അവരോടൊക്കെ ചെന്നിട്ട് ഇതിന്റെ സത്യാന്വേഷണങ്ങളെ കുറിച്ച് പറയുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് തുല്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ഹാഷ്മി ഞാനും ഒക്കെ വാഹനങ്ങൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യും? ഇവർ തന്നെ പറയുന്നു, ഇവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവർ മേയർ അല്ലേ, MLA അല്ലേ? ഇവർക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വാട്സാപ്പിൽ ഈ വീഡിയോ അയച്ചു കൊടുത്ത ഈ യദുവിനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ലേ? ഇവർ റാഷ് ഡ്രൈവിംഗ് ആയിരുന്നെങ്കിൽ ഇവർക്ക് അതിനുള്ള പ്രിവിലേജ് ഉള്ളവരല്ലേ? അതിന് പകരം തിരുവനന്തപുരത്ത് തിണ്ണമിടക്ക് കാണിച്ചു. ആ തിണ്ണമിടക്ക് കാണിച്ചതിന്റെ ഇടയ്ക്ക് ആ സ്ത്രീ അവിടെ നിന്ന് ആക്രോശിച്ചതിന് ശേഷം ആരോ വീഡിയോ എടുത്തപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കാൻ പറയുന്നുണ്ടായി. ആര്യ രാജേന്ദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ എന്തിനാ ആരെങ്കിലും എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നത്? അപ്പൊ ഇവര് തിണ്ണമെടുക്ക് കാണിച്ചു. ആ തിണ്ണമെടുക്ക് കാണിച്ച നെറികേടിനെ ന്യായീകരിക്കേണ്ട ബാധ്യത ഡിവൈഎഫ്ഐയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനും വന്നിരിക്കുക. അതിനെക്കുറിച്ച് അതിനപ്പുറം പറയേണ്ട ഹാഷ്മി, ഇത്ര നെറികേട് ഇവർ കാണിക്കും. അധികാരം തലയ്ക്ക് പിടിച്ച് ഒരു പാവപ്പെട്ട താൽക്കാലിക തൊഴിലാളിയുടെ ജീവിതം പോലും ഇല്ലാതെയാക്കുന്ന അത്രമാത്രം തെറ്റ് തിരുത്താനും അംഗീകരിക്കാനും പറ്റാത്ത ചെറിയ മനസ്സുകളായിട്ട് ഇവർ മാറിക്കഴിഞ്ഞു. ഹാഷ്മി, അതൊന്നും അല്ല ഇപ്പൊ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഈ വിഷയത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മുടെ എല്ലാം പൊതു ബസ്സുകളിൽ എന്തിനാണ് ക്യാമറ ഘടിപ്പിച്ചത്? ഡൽഹിയിൽ നിർഭയ വിഷയം ഉണ്ടായതിനു ശേഷം ബസ്സിനകത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങളെ, സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന അതിക്രമങ്ങളെ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടുപിടിക്കുന്നതിനും കേസെടുക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ച ക്യാമറകളാണ്. എന്തുകൊണ്ട്? നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ട്. ആ നികുതി പണം എടുത്തുകൊണ്ട് വെച്ച ക്യാമറ ഇതിലൊന്നും ഒരു സാധനവും ഇല്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബസ്സിനകത്ത് വെച്ച് മറ്റൊരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ ഹാഷ്മി? തെളിവുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ ഹാഷ്മി? കേൾക്കാം. അല്ല, ഞാൻ പറയുന്നത് ബാക്കി 3 ബസ്സുകളുണ്ട്. മൊത്തം 4 ബസ്സുകളിൽ CCTV മെമ്മറി കാർഡുകൾ, ബാക്കി 3 ബസ്സുകൾ മെമ്മറി കാർഡൊക്കെ പക്ക അങ്ങനെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, അതിൽ ദൃശ്യങ്ങൾ ശേഖരിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ബസ്സിൽ മാത്രമേ ഉള്ളൂ ആവിയായി പോയി. ഹാഷ്മി ആ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ CCTV ക്യാമറകള് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ കത്തിപ്പോയല്ലോ, അവിടുത്തെ ഹാർഡ് ഡിസ്ക് കത്തിപ്പോയല്ലോ, അതെല്ലാം പോയല്ലോ. അതാ പറഞ്ഞത്, ഇവർ കാണിക്കുന്ന നെറികേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇവരെന്ത് തോന്നിയാസം കാണിക്കും, എന്ത് തെളിവ് നശിപ്പിക്കും. അതിന് സ്ത്രീത്വത്തെ പോലെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പാവപ്പെട്ട ഒരു മനുഷ്യനെ, അവന്റെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങുന്ന കാട്ടാളന്മാരാണ് ഇവര്. കാട്ടാളന്മാർക്ക് ഇതിനേക്കാൾ കൂടുതൽ മാന്യത ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം ഹാഷ്മി, ഈ വാഹനത്തിനകത്തുള്ള CCTV റെക്കോർഡിങ് മറ്റൊരു കേന്ദ്രത്തിലും പരിശോധിക്കുന്നില്ല, മറ്റൊരു കേന്ദ്രത്തിലും സൂക്ഷിച്ചു വെക്കുന്നില്ല.
എന്ന് വെച്ചാൽ നമ്മുടെ പൊതുജന സൗകര്യ ബസ്സുകൾ പൊതു ബസ്സുകൾക്കകത്ത് ഈ സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് പറഞ്ഞെടുത്ത നടപടി മുഴുവൻ വെറും കാറ്റായിരുന്നു എന്ന് തെളിയുകയാണ് ഇപ്പോൾ. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു സിൽവർ ലൈനിങ് എന്ന് പറയുന്നതാണ്. എന്താണ് നമ്മുടെ KSRTC ബസ്സിനകത്തെ സ്ത്രീകളുടെ സുരക്ഷ? ആ സ്ത്രീ സുരക്ഷ എന്താണെന്ന് പറയണം. ഇനി ആ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വരേണ്ട ഏറ്റവും വലിയ തെളിവ് പോലും നശിപ്പിച്ച അധമന്മാർ ഇവർക്കൊക്കെ ഈ ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശമുണ്ടോ? ആര്യ രാജേന്ദ്രനോട് നിങ്ങൾ കാണിച്ചത് മര്യാദകേടാണ്. ഈ പറഞ്ഞ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. നശിപ്പിച്ച അധമന്മാർ അല്ല, ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടതിൽ KSRTC പരാതി ഉണ്ടാവണ്ടേ ശരത്തെ? ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടതിൽ KSRTC പരാതി ഉണ്ടാവണ്ടേ? അല്ലാതെ എവിടെ പോയി പറ. പരാതി ഉണ്ടാവണം. ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് കണ്ടെത്തണം എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. KSRTC പരാതി കൊടുക്കണ്ടേ പോലീസ്? ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. KSRTC ഒരു പോലീസിന് പരാതി കൊടുക്കണ്ടേ? അതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് മന്ത്രി അതിൽ നടപടി സ്വീകരിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അല്ല, അപ്പോ മന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി ഇതിനകത്ത് അപ്പൊ ദൃശ്യങ്ങൾ കിട്ടും എന്നാണ് ശരത്തിന്റെ പ്രതീക്ഷ. ഹലോ, ശരി, ഞാൻ തിരികെ ദൃശ്യങ്ങൾ കിട്ടണം. മെമ്മറി കാർഡ് നഷ്ടമായതിൽ KSRTC കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവോ? കേൾക്കാവോ? ഇനി കിട്ടാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തുകൊണ്ടാ? ഇനി കിട്ടുകയൊന്നുമില്ല. അത് ഇനി കിട്ടാൻ സാധ്യത കുറവാണ്. പ്രതീക്ഷ ഇല്ല എനിക്ക്. ഇതാരെടുത്തിട്ടുണ്ടാകുമെന്നാണ് ഇത് കരുതുന്നത്? ആരാണോ കുറ്റം ചെയ്തത് അവരെടുത്ത് കാണും. അല്ല, അവിടുത്തെ ഒരു അറേഞ്ച്മെന്റ് ബസ്സിൻ്റെ അകത്ത് ആരാണോ കയറിയത് അവരെടുത്ത് കാണും. ഈ ബസ്സിനകത്ത് ആര് കയറി എന്നറിയാനുള്ള CCTV തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവോ? ഉണ്ടാവും. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ചുറ്റും ക്യാമറയുണ്ട്. അത് അറിയാമെന്നുള്ളവർ ആരെങ്കിലും ആയിരിക്കും എടുത്തത്. ആര് ബസ്സിൽ കയറുന്ന ആ CCTV തപ്പിൽ കിട്ടും? പോലീസുകാർ CCTV എല്ലായിടത്തും CCTV ഉണ്ട്. അത് പരിശോധിച്ചാൽ കിട്ടാമെന്നുള്ളതേ ഉള്ളൂ. BMS കാരനാണോ BJP കാരനാണോ? ഞാനൊരു പാർട്ടിയിലും ഇല്ല. BMS അല്ല, BJP അല്ല, കോൺഗ്രസ് അല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലും ധനുശ്വർ ITIയിലാണ് പഠിച്ചത്. ശരി ശരത്തെ, ഒരൊറ്റ ചോദ്യം. BJP കാരനാവണമെന്നില്ല. ഇല്ല, ചുവന്ന തൊട്ട BJP കാരനാവണമെന്നില്ല. ശരത്തെ, BJP കാരനല്ല, BMS അല്ല, പോട്ടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. ശരത്ത്, ഇവിടെ ഈ മെമ്മറി കാർഡാണ് നിങ്ങൾ ഈ പറയുന്ന ഇതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ മേയർ പറഞ്ഞ ആദ്യ 2 വാദങ്ങൾ പൊളിഞ്ഞ സാഹചര്യത്തിൽ മൂന്നാമത്തെ വാദം തെറ്റെല്ലാം തെളിയിക്കണമെങ്കിൽ ആകെയുള്ള തെളിവ് മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് വേണം എന്ന് CPM ഔദ്യോഗികമായി ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുമോ? അത് കണ്ടുപിടിക്കണമെന്ന്? അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. മെമ്മറി കാർഡ് കണ്ടുപിടിക്കണം, പോലീസ് അന്വേഷിക്കണം. ഇന്നിപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളോട്, അത് മേയറായാലും ആരായാലും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന സമീപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കും, സ്പോണ്ടേനിയസായി പ്രതികരിക്കും. അതിന് എതിരെ മേയർക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ അതിക്രമങ്ങളും പ്രശ്നങ്ങളും ഉയർന്നു കൊണ്ടുവരുമ്പോൾ അത്തരം കാര്യങ്ങളെ ഞങ്ങൾ ആർജവത്തോടു കൂടി നേരിടും. ആര്യ രാജേന്ദ്രനൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അതിക്രമങ്ങളെ ശക്തമായി നേരിടും. DYFIയും CPIയും നേരിടും. അതാണ് ഞങ്ങൾക്ക് പറയാം. ഓക്കെ, സോണി അവിടെ തമ്പാനൂരിൻ്റെ കാര്യം കുറച്ചുകൂടി അറിയാവുന്ന ആളാണ്. ഈ ബസ്സിൽ കയറി മെമ്മറി കാർഡ് ഊരിക്കൊണ്ടുപോയ ആളെ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ പോലീസ് വിചാരിച്ചാൽ? പോലീസ് വിചാരിച്ചാൽ പ്രയാസമില്ല. ഇതിനകത്ത് എനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം, ഈ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ ഈ സർക്കാർ ഏതൊരു കാരണവശാലും അതിന് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കില്ല. പോലീസിന് അവരെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഒരു ഫോൺ കോൾ മതി ഈ ബസ് ഡ്രൈവറെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ ഈ മേയറുടെ ഒരു ഫോൺ കോൾ മതിയായിരിക്കെ ഇവിടെ ഈ കാണിച്ചതെല്ലാം ഫെയിലായി. യാത്രക്കാർ ഒരു ആള് പോലും മേയറിന് അനുകൂലമായിട്ടോ MLAക്ക് അനുകൂലമായിട്ടോ ആരും പറഞ്ഞിട്ടില്ല. അവർ മൊഴി എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിൽ ഏറ്റവും പ്രധാനം ആ മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് പോലീസ് കണ്ടുപിടിക്കാൻ നേരത്തെ സോണി പറയുന്നത് പോലെ അതിന് പോലീസ് മുൻകൈ എടുക്കുമോ എന്നറിയണം. കാര്യം
അത് മേയർ പറഞ്ഞ അല്ലെങ്കിൽ പ്രതിപക്ഷം അത് ചോദ്യം ചെയ്യുമ്പോൾ ആ മേയർ പറഞ്ഞതിൻ്റെ ആധികാരികത കൂടി ചോദ്യം ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് പോലീസിന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഇനി വാർത്താ മഴയാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം.